ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ചോക്കോബാർ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് മോൾഡൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. മോൾഡ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ചോക്കോബാർ വീട്ടിലുണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ചോക്കോബാർ ഐസ്ക്രീം ചെയ്യുന്നതെന്ന് കാണാം. ഇന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ചെറിയ ഒരു ആഘോഷം കൂടെയാണ്. അപ്പോൾ നമ്മളിന്ന് എളുപ്പത്തിൽ വീട്ടിൽ ചോക്കോബാർ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഈ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ചെറിയ ആഘോഷമാണ്. അപ്പോൾ ചോക്കോബാർ ഐസ്ക്രീം നമ്മുടെ കുട്ടികൾക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. ഇതുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഡിസ്പോസിബിൾ കപ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകം ഇതിനുള്ള മോൾഡൊന്നും ആവശ്യമില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്. തുടർന്നും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചോക്കോബാർ ഐസ്ക്രീമാണ്. അതിന് ഈ മെലോയുടെ ചോക്ലേറ്റ് ഇത് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് അലിയിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഒട്ടും ഈർപ്പം പാടില്ല, ഡ്രൈ പാത്രത്തിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു. ഈ പാത്രം നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം. വെള്ളത്തിൻ്റെ തുള്ളികളുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഡിസ്പോസബിൾ കപ്സാണ് ഞാനിവിടെ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് വാങ്ങാൻ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം. ഇതുപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ ഒരു കട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഒരു സൈഡൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തത് ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അതിങ്ങനെ ഇത് നമുക്ക് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമ്മൾ ആ ഡിസ്പോസിബിൾ കപ്പിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ഡിസ്പോസിബിൾ കപ്പിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം. ഇതൊന്ന് നല്ലപോലെ ഉറച്ച് വരാനായി ഒന്ന് ഫ്രീസറിൽ വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് ഫിയോന വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തു. എന്നിട്ട് ഇതിലിനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മധുരം ഉണ്ട്, അതുകൊണ്ട് മധുരം ഞാൻ അധികം ചേർക്കുന്നില്ല. അപ്പം മധുരം ഇല്ലാത്ത ക്രീമാണെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്രീം ബീറ്റ് ചെയ്തതിൽ നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ആവാൻ വെച്ചിരുന്ന ആ കപ്പുകൾ പുറത്തെടുക്കാം. ഇനി നമ്മൾ ഈ ക്രീം ഇതിൽ നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത ക്രീമിന് ഇത് നമ്മൾ ഫ്രീസ് ചെയ്ത് എടുത്തതിലോട്ട് ഒരു 4-5 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നല്ലതായിട്ട് ഉറച്ച് കിട്ടും. ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നിറച്ചെടുത്തതിന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു വെട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിക്ക് ഇതിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായി വെച്ചത് എടുക്കാം. ഒരു രാത്രി മുഴുവനും നമുക്ക് സെറ്റ് ചെയ്യാനായി വയ്ക്കാം. എന്നിട്ട് ഇത് പതുക്കെ മാറ്റാം. നമ്മൾ ഒരു ഭാഗത്ത് ഒരല്പം കീറി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് നിന്ന് ഇത് നല്ലപോലെ കീറി എടുക്കാം. കെയർഫുള്ളായി എടുക്കാം. അടിപൊളിയായിട്ടുള്ള ചോക്കോബാർ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.